കേരളത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം ഇനിയും ചില ദിവസങ്ങളുണ്ട്. 11-ാം തീയതി വോട്ടെടുപ്പ് നടക്കുകയാണ്. നമുക്കറിയാം 9-നും 11-നുമായി 2 ദിവസങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം അധികാര വികേന്ദ്രീകരണം നല്ല രീതിയിൽ നടപ്പായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. രാജ്യത്തിന് തന്നെ മാതൃകയാകും വിധമുള്ള പ്രവർത്തനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർവഹിക്കുന്നത്. അതിന് കഴിയുന്നത് പ്രാദേശിക സർക്കാരുകൾ എന്ന നിലക്കുള്ള അധികാരവും ഫണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നതാണ്. അതിൻ്റെ ഭാഗമായി നാടിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളിൽ നല്ല പങ്കാളിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വഹിക്കാനാകുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് കേരളം ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായത്. അത് രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ അങ്ങേയറ്റം അത്ഭുതമുളവാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യവും ലോകം തന്നെയും കേരളം എങ്ങനെയാണ് ഇത്തരമൊരു നേട്ടം കൈവരിക്കാൻ ഇടയായത് എന്നത് ചിന്തിക്കുകയാണ്. ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്, അതിദാരിദ്ര്യമുക്തമാക്കണമെന്നത് സംസ്ഥാന സർക്കാർ പൊതുവെ എടുത്തൊരു നിലപാടായിരുന്നു. പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നല്ല ആരോഗ്യകരമായ ഒരു മത്സരത്തിൽ തന്നെ ഏർപ്പെട്ടു എന്ന് പറയും. അതിൻ്റെ ഭാഗമായി ഉദ്ദേശിച്ച രീതിയിലുള്ള മൈക്രോ പ്ലാനുകൾ നടപ്പാക്കുന്നതിൽ സുദൃഢമായ പങ്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിച്ചത്. ഇതുപോലുള്ള കാര്യങ്ങളിൽ നല്ല മികവാർന്ന ഇടപെടലുകൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർവഹിക്കാനാകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ അവസ്ഥയെടുത്താൽ തൃശ്ശൂർ കോർപ്പറേഷൻ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇപ്പോൾ നഗര ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ മാലിന്യമലയായി കണക്കാക്കപ്പെട്ട ലാലൂര് ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായി മാലിന്യം ബയോമൈനിങ് വഴി പൂർണ്ണമായി നീക്കം ചെയ്യാനായി. അവിടെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ്റെ പേരിൽ
100 കോടി രൂപയുടെ അത്യാധുനിക സ്പോർട്സ് കോംപ്ലക്സ് ഉയരുകയുമാണ്. തൃശ്ശൂരിനെ സീറോ വേസ്റ്റ് കോർപ്പറേഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് നയിച്ചതിലൂടെ ഇന്ത്യയിലെ മാലിന്യമുക്ത നഗരങ്ങളുടെ പട്ടികയിൽ മികച്ച സ്ഥാനമാണ് തൃശ്ശൂർ കോർപ്പറേഷന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നഗരഗതാഗതം സുഗമമാക്കാൻ ശക്തൻ നഗറിൽ നിർമ്മിച്ച ആകാശപാത അത് പൂർത്തിയാക്കിയത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. BMDC നിലവാരത്തിൽ നവീകരിച്ച് ചരിത്രപ്രസിദ്ധമായ നല്ല രീതിയിൽ നമ്മുടെ നഗരത്തിലെ ഗതാഗത സൗകര്യം, പ്രധാന റോഡുകൾ എല്ലാം BMDC നിലവാരത്തിൽ നവീകരിക്കാനായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വഞ്ചിക്കുളത്തെ നവീകരിച്ച് പുനരുജ്ജീവിപ്പിച്ച് ബോട്ട് സർവീസ്, അതോടൊപ്പം ഓപ്പൺ ജിം തുടങ്ങിയ സൗകര്യങ്ങളോടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയത്. വേറൊരു നല്ല ഇടപെടലാണ് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി കോർപ്പറേഷൻ നേരിട്ട് ഏറ്റെടുത്ത പീച്ചി പൈപ്പ് ലൈൻ പദ്ധതി. അത് മാതൃകാപരമായ രീതിയിൽ നിർവഹിക്കാനായിട്ടുണ്ട്. ഒല്ലൂരിൽ 20 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ജലസംഭരണിയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതെല്ലാം നല്ല നിലയിൽ കോർപ്പറേഷൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവ് എടുത്തു കാണിക്കുന്നവയാണ്. തൃശ്ശൂരിലെ ജനറൽ ആശുപത്രിയെ 240 കിടക്കുകളുള്ള കാത്തലാബ് സൗകര്യങ്ങളുള്ള ആധുനിക ആശുപത്രിയായി മാറ്റുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ശക്തൻ നഗറിൽ മദർ തെരേസ സൗജന്യ ഡയാലിസിസ് സെൻ്റർ ആരംഭിക്കാനും കഴിയും. വിവിധ മേഖലകളിൽ ഫലപ്രദമായ ഇടപെടലാണ് കോർപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് തൃശ്ശൂരിനെ യുനെസ്കോ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഈ നഗരത്തിൽ ലഭിച്ച ആഗോള അംഗീകാരമാണിത് എന്നത് കാണേണ്ടതുണ്ട്. ഈ കോർപ്പറേഷൻ പരിധിയിൽ 3000-ലധികം ലൈഫ് മിഷൻ്റെ ഭാഗമായുള്ള വീടുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തമായി ഭൂമിയില്ലാത്ത 231 കുടുംബങ്ങൾക്ക് കോർപ്പറേഷൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങി നൽകിയിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നിരവധിയാണ് കോർപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. ഇത് ഈ കോർപ്പറേഷനിൽ മാത്രമല്ല, സംസ്ഥാനത്താകെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്ന ഒരു പ്രവർത്തന രീതിയാണ്. അപ്പോൾ ആ പ്രവർത്തന മികവ് കൂടുതൽ നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയേണ്ടതുണ്ട്. കൂടുതൽ നല്ല പ്രവർത്തനം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കാഴ്ചവെക്കാനാകും. ആവശ്യമായ പിന്തുണ സംസ്ഥാനത്ത് സർക്കാർ നൽകി വരികയാണ്. LDFന് നല്ല പിന്തുണ ഇതിൻ്റെ എല്ലാം ഭാഗമായി തുടർന്നും ജനങ്ങളിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി ഞാൻ പറയുന്നത്.
ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ടാവും. അത് ഉള്ള സമയം ഞാൻ അവതരിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. സാധാരണ നമ്മുടെ കേരളത്തിൽ സ്വീകരിച്ചു വരുന്നൊരു നിലയുണ്ട്. ഈ ഒരു കോടതിയുടെ മുന്നിൽ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിനതൊരു തടസ്സമല്ല. പക്ഷേ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി അതിൻ്റെ തീരുമാനം വരുന്നതുവരെ കാത്തു നിൽക്കലാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ചെന്നിരിക്കുന്നു. അത് ഹൈക്കോടതി സ്വീകരിച്ച് ഒരു തീയതിയിലേക്ക് കേസ് കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ തന്നെ ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നൊരു രീതി. പക്ഷേ ഇവിടെ കോടതി പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ ചോദിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതാണ്. ഈ അറസ്റ്റ് ഇതുവരെ നടത്തരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാകാം. അത് സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യം മാത്രമാണ്. അത് കോടതിയുടെ നടപടിയുടെ ഭാഗമാണ്. പൂരങ്കലക്ക് വിവാദമായിട്ട് ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും CPI ഉന്നയിച്ചു. പക്ഷേ അതിനൊരു കമ്മിറ്റി നിയോഗിക്കുകയും അന്വേഷണം നടത്തുമെന്ന് പറയുകയും ചെയ്തെങ്കിലും നമ്മുടെ പ്രസ്താവന വരെ ഒന്നും പരാതി നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊരു നടപടിയായിട്ടില്ല. അതെന്തായിരുന്നു തീരുമാനങ്ങളെല്ലാം? ഞാൻ അറിഞ്ഞിടത്തോളം ഒരു പ്രശ്നവും ബാക്കിയില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടതാണ്. പൂരങ്കലക്കലിന് പ്രധാനമായും RSSന്റെയും BJPയുടെ ഒരു ഇടപെടലാണ് അന്ന് ഉയർന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് അന്വേഷണം പക്ഷേ ഒരുപാട് ആളുകളുടെ മൊഴിയെടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നു. പക്ഷെ ഒരു അന്തിമ റിപ്പോർട്ട് എന്നുള്ള രീതിക്ക് അത് സമർപ്പിച്ചതിന് ശേഷം പിന്നീട് ഒരു തുടർ നടപടി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അതിൽ ആരാണ് ശരിക്കും ഒരു ഉത്തരവാദി എന്നുള്ള കാര്യത്തിൽ ഒരു കണ്ടെത്തലുണ്ടായിട്ടുണ്ടോ? ഇതിപ്പോൾ റിപ്പോർട്ട് കൃത്യമായിട്ട് നോക്കണം. എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല അതിനെപ്പറ്റി. ജമാഅത്തെ ഇസ്ലാമി UDF-ന് പ്രഖ്യാപിച്ചത് സ്വീകരിച്ചത് ആത്മഹത്യാപരമാണെന്നും 4 വോട്ടിന് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് അന്ന് പറഞ്ഞത്. മുൻകാലങ്ങളിൽ പലപ്പോഴും CPM പരസ്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്, അതിനെ ന്യായീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് UDF-നോട് പിന്തുണയ്ക്കുമ്പോൾ മാത്രം ജമാഅത്തെ ഇസ്ലാമി വർഗീയ കക്ഷിയായി മാറുന്നത്. അതിനും ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതാണ്. ആ ചോദ്യത്തിന് മറുപടിയായി ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് നടന്നതെന്നുള്ളത്. ഏത് 96 ജമാഅത്തെ ഇസ്ലാമി അമീർ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതിനെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിലൂടെ സ്വാഗതം ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിലെ 2 ശ്രദ്ധേയമായ തീരുമാനങ്ങളായിരുന്നു അന്ന് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം എന്ന് പറയുന്നത്. CBCയുടെയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണയെ വളരെ വലിയ രീതിയിൽ ന്യായീകരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ നല്ലോണം കൊള്ളുന്നുണ്ടല്ലേ? അപ്പോൾ ഞാൻ പറയാം. എന്നാലും അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷത്തെ കഴിഞ്ഞ 30 വർഷങ്ങളോളം പിന്തുണച്ചവരല്ലേ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് എന്തും വിളിച്ചു പറയാൻ തയ്യാറുള്ള UDF നേതാക്കളും ചില ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ തന്നെയും പറയുന്നത്. ഇത് വസ്തുതയുമായി ഒരു ബന്ധവുമുള്ളതല്ല. 1985-ലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ വിശ്വസിച്ചവരായിരുന്നില്ല. അതറിയില്ല അല്ലേ? അപ്പം അങ്ങനെ കന്നി വോട്ട് ആരംഭിക്കുന്നത് 1985-ലാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അങ്ങനെ തുടങ്ങി. 1987-ലെ തെരഞ്ഞെടുപ്പിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ആദ്യമായി വോട്ട് ചെയ്യുന്നത്. 1987-ൽ ആർക്കാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ തങ്ങളുടെ
കന്നി വോട്ട് ചെയ്തത്? അതുകൂടി ഒന്ന് പരിശോധിക്കാമായിരുന്നു നിങ്ങൾക്ക്. അത് ഇടതുപക്ഷത്തിനായിരുന്നില്ല. 1992 ഇറക്കിയ പ്രബോധനത്തെക്കുറിച്ച് അറിയാലോ. ജമാഅത്തെ ഇസ്ലാമി 50ാം വാർഷിക പതിപ്പിലെ പേജ് 130 ജമാഅത്തെ ഇസ്ലാമി 70-80കളിൽ എന്നൊരു ലേഖനം ഉണ്ടായിരുന്നു. ആ ലേഖനത്തിൽ 1987 തെരഞ്ഞെടുപ്പ് നയത്തെക്കുറിച്ച് പറയുന്നത് അത് ഉദ്ധരിക്കുകയാണ് ഞാൻ. മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുക എന്ന ജമാഅത്തിന്റെ നിലപാട് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടു. മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾക്ക് ജമാഅത്ത് വോട്ട് നൽകുകയുണ്ടായില്ല. ഇത് പ്രബോധനത്തിൽ അവർ തന്നെ എഴുതി വെച്ച കാര്യമാണ്. അപ്പോ ഇടതുപക്ഷത്തിനായിരുന്നില്ല അവരുടെ വോട്ട് എന്ന് അവർ തന്നെ പറഞ്ഞത് അംഗീകരിക്കാൻ ഇപ്പൊ പ്രയാസം കാണൂല. പിന്നെ ആർക്കാണ് വോട്ട് ചെയ്യുക? അത് കോൺഗ്രസിനാണ് എന്ന് വ്യക്തമല്ലേ. 1991 കോൺഗ്രസിനുള്ള ആ പിന്തുണ ജമാഅത്തെ നല്ല രീതിയിൽ ആവർത്തിച്ചു. എന്നാൽ 1992 ഒരു സാഹചര്യമുണ്ടായി. കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ്, അതായത് 1996 അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തയ്യാറാവില്ല. തങ്ങളെ നിരോധിച്ചവർക്കെതിരെ അണിനിരത്താൻ തയ്യാറാവില്ല. അപ്പോൾ കോൺഗ്രസിനെതിരെയുള്ള പ്രതിഷേധ വോട്ടെന്ന നിരക്ക് അവര് 1996 തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ സ്ഥാനാർത്ഥിയെ നോക്കി ചെയ്യുന്നു എന്നാണ് പറയാറുള്ളത്. അവിടെയാണ് ഇന്നലെ TK ഹംസയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. ആർക്കായിരുന്നു വോട്ട് ചെയ്തത്? വേറെ ചില ഘട്ടങ്ങളിൽ അവര് സ്വയമേവ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2006-2011 ഘട്ടത്തിൽ VS നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിലിരുന്ന കാലം, അന്ന് ഇടതുവിരുദ്ധ വിശാല മുന്നണിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ജമാഅത്തിന്റെ യുവജന വിഭാഗമായ സോളിഡാരിറ്റി സർക്കാരിനെതിരെ ഏതെല്ലാം തരത്തിലുള്ള കോലാഹലങ്ങളായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. കിനാലൂർ വിഷയമൊക്കെ അവര് എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്? ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇപ്പോൾ പലരും മത്സരിക്കുന്നുണ്ടല്ലോ. ഒരു ഘട്ടത്തിലും ഞങ്ങൾ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുമില്ല. UDFകാർക്കുള്ള പ്രചരണ മെറ്റീരിയൽ ഇപ്പൊ തയ്യാറാക്കുന്നത് പോലും ജമാഅത്തെ ഇസ്ലാമി വലിയ സംഭാവനയാണല്ലോ ചെയ്യുന്നത്. UDFന്റെ പല വിധത്തിലുള്ള നുണപ്രചരണങ്ങൾ
ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നുണയാണെന്ന് കൃത്യമായി അറിയാമെങ്കിലും ആ നുണ പലവട്ടം ശക്തമായി ആവർത്തിച്ചു പറഞ്ഞാൽ നല്ലൊരു ഭാഗം ആളുകൾ വിശ്വസിക്കാനിടയുണ്ട് എന്ന സിദ്ധാന്തം നല്ലതുപോലെ അവയുടെ എടുത്തുപയോഗിക്കുക. ഇത് UDFന്റെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നിടം വരെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായി ആ അവകാശം അവർക്ക് വിട്ടുകൊടുക്കുന്ന നിലയിലേക്ക് UDF മാറിയിരിക്കുന്നു എന്നതും കാണാൻ നമുക്ക് കഴിയും. അപ്പോൾ ഞങ്ങളുടെ നിലപാട് ഇത്തരം കാര്യങ്ങളിലൊക്കെ സുവ്യക്തമായിട്ടുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി പല കാര്യങ്ങളിൽ യോജിപ്പുണ്ടെന്ന് തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അന്ന് തന്നെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ഉണ്ടായിരുന്ന അകൽച്ച മാറി. നിങ്ങളെടുത്തുണ്ടോ വല്ല തെളിവ്? അല്ല, ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്, അതല്ലേ ഞാൻ ചോദിക്കുന്നത്. ഒന്ന് പറഞ്ഞേ. ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ കാണുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിമർശനത്തെ ഈ ജമാഅത്തെ ഇസ്ലാമി RSSകാരെ കാണാൻ പോകില്ലേ? ജമാഅത്തെ ഇസ്ലാമിയല്ലേ RSS അടുത്ത കാലത്ത് പോയിട്ട് കണ്ടത്? പലയിടത്തും UDF ആരോപിക്കുന്നത് CPIM BJP അന്തർധാര എന്നാണ്. എന്നാൽ തൃശൂർ ജില്ലയിൽ തന്നെ ചാവക്കാട് ഗുരുവായൂർ മേഖലയിൽ ഒരേ സമയം ജമാഅത്തെ ഇസ്ലാമിയായിട്ടും BJP ആയിട്ട് ധാരണയെടുക്കുന്നു. കടപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പോലും BJPക്ക് സ്വാധീന മേഖലയുള്ള പ്രദേശത്ത് പോലും അവർ സ്ഥാനാർത്ഥി നിർത്താതെയാണ് മത്സരിക്കുന്നത്. ഇത് ഒരേ സമയം ഇത്തരം വർത്തമാനങ്ങൾ UDF പറയുന്നത് എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, UDF എന്ന് പറയുന്നത് ഒരു നിൽക്കക്കള്ളിയില്ലാത്ത ഒരു മുന്നണിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അവർക്കറിയാം സാധാരണഗതിയിൽ അവരുടേതായ ശക്തി കൊണ്ട് മാത്രം കേരളത്തിൽ ഇപ്പോൾ LDFനെ നേരിടാനാകില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ 4 വോട്ടിന് വേണ്ടി ഏത് തരത്തിലുള്ള അവസരവാദ നിലപാടും സ്വീകരിക്കാം എന്നിടത്താണ് അവരെത്തിച്ചേരുന്നത്. അതിൻ്റെ ഭാഗമായി ആരുമായും കൂട്ടുകൂടാൻ തയ്യാറാകുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. അതേസമയം എവിടെയെങ്കിലും BJPയുമായി ഒത്തുപോകാൻ പറ്റുമെങ്കിൽ അതിനും ഒരു ശങ്കയും അവർക്കില്ല എന്നതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം 4 വോട്ടാണ് പ്രധാനം, അല്ലെങ്കിൽ 2 സീറ്റാണ് പ്രധാനം എന്ന് കാണുമ്പോൾ വരുന്ന അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ നിലപാടാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന നില വന്നാൽ എന്താണ് നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് സംഭവിക്കുക എന്നതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ ഇത്തരം ശക്തികളെ അകറ്റി നിർത്താൻ സാധാരണക്ക് കഴിയണം. കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ മാതൃക സ്വീകരിക്കുന്നൊരു പാർട്ടിയാണെന്നാണല്ലോ പറയാറുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ സ്വീകരിച്ചു പോകുന്നത്. 4 സീറ്റ് പ്രധാനമെന്ന് കണ്ടുകൊണ്ട് ഏത് തരത്തിലുള്ള വർഗീയതയും പ്രോത്സാഹിപ്പിക്കാം, തൽക്കാലം കുറച്ച് വോട്ട് വേണം, ആ ഒരു അവസരവാദ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. ശബരിമലയിലെ സ്വർണം കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. നേരത്തെ തന്നെ അത്തരമൊരു പ്രശ്നം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഫലപ്രദമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഹൈക്കോർട്ടിൻ്റെ നേരിട്ടുള്ള ഇടപെടലും നിയന്ത്രണവും അന്വേഷണത്തിന് ഫലപ്രദമായി നിൽക്കുന്നുമുണ്ട്. അതിൻ്റെ ഭാഗമായി നല്ല രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആ അന്വേഷണത്തെപ്പറ്റി ആർക്കും പ്രത്യേക പരാതിയൊന്നും പറയാനില്ല എന്നുള്ളതുമാണ് വസ്തുത. നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റേറെ സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള കടങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനേക്കാളെല്ലാം പലിശ കുറഞ്ഞ തരത്തിൽ തന്നെയാണ് നമുക്ക് ഈ കടമെടുക്കാൻ കഴിഞ്ഞത്. ഒരു തരത്തിലും അമിതമായ പലിശയല്ല നാം എടുത്തിട്ടുള്ളത്. ഈ സോവൻ ഗ്യാരണ്ടി ഉപയോഗിക്കുന്നതിനേക്കാൾ താഴ്ന്ന പലിശയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങൾ എടുക്കുന്നതാണ് നമ്മുടെ മുമ്പിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ. അപ്പൊ ആ സമയത്ത്
ഈ വിധത്തിലുള്ള ഉയർന്ന പലിശയ്ക്ക് നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നു എന്നുള്ള പല ഉയർന്ന പലിശയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഉയർന്ന പലിശയല്ല, താഴ്ന്ന പലിശയാണ്, അത് ന്യായമായ പലിശയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു നഷ്ടവും നമുക്ക് സംഭവിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ. ഈ കൃത്യമായി സ്ത്രീപക്ഷത്തു നിന്ന് വലിയ വിയോജിപ്പും എതിർപ്പും ഒക്കെ ഉയർന്നു വന്നു. ആ വിഷയത്തിൽ കോൺഗ്രസ് അവരെ കൊണ്ടാകുന്ന വിധത്തിൽ വേഗത്തിൽ നടപടികൾ സ്വീകരിച്ചു. പക്ഷേ രാഹുലിന്റെ ഒളിയിടമടക്കം അറിയാമായിരുന്നിട്ടും പോലീസ് അറസ്റ്റ് വൈകിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ളത് ആരോപണം ഉയരുന്നുണ്ട്. എന്താണ് മറുപടി? ആരാ ആരോപണം ഉന്നയിക്കുന്നു? പലരും യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തിന്റെ അടക്കമുള്ള ആളുകൾ ഇന്ന് രാവിലെ നടത്തിയ പ്രതികരണത്തിൽ അത്തരം ആരോപണം ഉന്നയിച്ചത് പോലീസിന്റെ കഴിവുകളാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പോലീസിനെ അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ പോലീസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അറിയാമല്ലോ എവിടെയാണെന്നുള്ളത്. കാരണം ഇപ്പറയുന്നയാള് ഇവിടുന്ന് ഒളിവിൽ പോകുന്നതിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാണല്ലോ. ആ സഹപ്രവർത്തകരെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളുമാണല്ലോ. ആ നേതാക്കൾ ഇവിടെയുള്ളവർ മാത്രമല്ല, എല്ലാ തലങ്ങളിലുള്ളവരുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന് പുറത്തടക്കം നല്ല രീതിയിൽ സംരക്ഷണ വലയം തീർത്തിരിക്കുന്നതെന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയായത്. അപ്പോൾ അവർക്കാണ് എവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാവുക. ആ അറിയുന്നവര് ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥയോടെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കലാണ്. അങ്ങനെ അറിയിച്ചാൽ വളരെ നല്ലതായിരിക്കും. അതല്ലാതെ പ്രചരണത്തിന് വേണ്ടി മാത്രം പറയുന്നൊരു കാര്യം മാത്രമാണിത്. പോലീസിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട യാതൊരു സമീപനവും സ്വീകരിക്കേണ്ടതായിട്ടില്ല. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പക്ഷേ പോലീസിൽ നിന്ന് മറന്നു നിൽക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാവലയം കോൺഗ്രസിനെ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്ന കാര്യം. ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടകയിലാണ് പോയതെന്നല്ലേ. അപ്പോൾ എന്താണ് കർണാടകയിൽ പോകാൻ കാരണം? കർണാടകയിൽ പോകണമെങ്കിൽ അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തതാരാണ്? ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാള് അയാളുടെ മാത്രം കഴിവിന്റെ ഭാഗമായിട്ട് ഒളിവിലിരിക്കുകയല്ലോ. അയാൾക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടല്ലോ, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സംരക്ഷണമുണ്ടല്ലോ, ഭാവിയുടെ നിക്ഷേപമാണെന്ന് കണക്കാക്കിയ ഒരാളല്ലേ. അപ്പൊ അദ്ദേഹത്തെ ആ നിലയിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളല്ലേ സ്വീകരിച്ചു പോകുന്നത്. അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ഇന്ന് രാവിലെ പ്രസ്താവന നടത്തിയ ആൾ മാത്രമാണോ? അതിന്റെ മൂത്തതുണ്ടോ? ആ മൂത്തതിന്റെ ഈ മൂത്തതുണ്ടോ? ഇതൊക്കെ പരിശോധിച്ചാൽ മാത്രമല്ലേ മനസ്സിലാവൂ. അതുപോലെ PMC എന്നീ വിഷയങ്ങളിലെ CPM-ന്റെ നിലപാട് ഇടതുപക്ഷത്തിൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇലക്ഷനിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? ഇലക്ഷനിൽ LDF നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ LDFന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ചില വിദഗ്ധന്മാരും വിദഗ്ധകളും ഒക്കെ രംഗത്ത് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടൊരു ചോദ്യമായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാൻ പറ്റൂ. LDFന് യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ല, നല്ല യോജിപ്പോടെ മുന്നോട്ട് പോവുകയാണ്. ഒരു തരത്തിലുള്ള അനൈക്യവും LDFനകത്തില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം കൃത്യതയാർന്ന നിലപാട് LDFനുണ്ട്. അത് എന്താണ്? PMCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്നത് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യമാണ്. ആ പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാത്ത കൂട്ടരാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിൻ്റെ നയം തന്നെയാണ് ഇവിടുത്തെ LDFനുള്ളത്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു നയം നടപ്പാക്കാനുള്ള നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ നയത്തോട് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തത ഈ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള താല്പര്യത്തിൻ്റെ സംരക്ഷകർക്ക് അവരുടെ ഭാഗത്ത് ഉണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കോൺഗ്രസിനെ കുറിച്ച് ചിന്തിക്കണം. കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണത്തിലുണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ഉണ്ട്. എല്ലാവരെയും
നേരത്തെ ഭരണത്തിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങളുമുണ്ട്. ആ ഭരണത്തിലുണ്ടായിരുന്ന ഘട്ടങ്ങളിലെല്ലാം ഇവിടെ PMC എന്നത് അവര് നല്ല രീതിയിൽ ഒപ്പിട്ട് അംഗീകരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ആ സംസ്ഥാനത്ത് കേന്ദ്രത്തിൻ്റെ ഈ പറയുന്ന നയം, കേന്ദ്ര വിദ്യാഭ്യാസ നയം, പുത്തൻ വിദ്യാഭ്യാസ നയം, അത് നടപ്പാക്കാമെന്നുള്ളതാണ്. അത് നടപ്പാക്കുന്നതിന് അവർക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. എല്ലാ സംസ്ഥാനങ്ങളും, ഏതെങ്കിലും സംസ്ഥാനം ഒഴിവുണ്ടെന്ന് കോൺഗ്രസിന് പറയാൻ പറ്റുമോ? കോൺഗ്രസ് ഭരണത്തിലിരുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഞങ്ങൾ നയപരമായ വ്യത്യാസത്തിന്റെ ഭാഗമായി ഈ പുത്തൻ വിദ്യാഭ്യാസ നയം വേണ്ട എന്ന നിലപാടെടുത്തിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുമോ? ഞങ്ങൾക്കത് പറയാൻ പറ്റും. ഞങ്ങൾ ആ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പോ പുത്തൻ വിദ്യാഭ്യാസ നയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ അംഗീകരിച്ചു പോയിട്ടുള്ളത്. ലേബർ കോഡ് അത് ഇടതുപക്ഷത്തിന് കൃത്യമായ നിലപാടാണ്. ഇടതുപക്ഷമാണ് അതിനെ എല്ലാ ഘട്ടത്തിലും എതിർക്കാൻ തയ്യാറായിട്ടുള്ളത്. ശക്തമായ നിലപാട് അത്തരം കാര്യങ്ങളിലുണ്ട്. ഒരു തരത്തിലുള്ള വിയോജിപ്പും ആ കാര്യത്തിൽ നിലനിൽക്കുന്നില്ല. ഈ PMC പദ്ധതിയിൽ കോൺഗ്രസിനോടൊപ്പം തന്നെ അല്ല, ആ വിധത്തിലുള്ള ഒത്തുതീർപ്പിലേക്കാണ് പോകുന്നത്. ഏതാ ഒത്തുതീർപ്പ്? ഏതാ ഒത്തുതീർപ്പ്? ഇതുവരെ റിപ്പോർട്ട് പോലും പുറത്തു വന്നിട്ടില്ല. അല്ല, നിങ്ങൾ കാണേണ്ടത് CPI എന്ന് പറയുന്നത് രാജ്യത്തിലെ ഒരു ഇടതുപക്ഷ പാർട്ടിയാണ്. CPIM-ഉം CPI-യും അതെല്ലാം ഇടതുപക്ഷ പാർട്ടികളുടെ ഭാഗമായി നിലകൊള്ളുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ നല്ല രീതിയിലുള്ള LDF ബന്ധമാണ് ഇവിടെ തുറന്നു പോകുന്നത്. അതിൽ കുറച്ച് പ്രയാസം ചിലർക്കുണ്ടാവും. ഏതെങ്കിലും തരത്തിൽ അതൊന്ന് കലക്കാൻ പറ്റുമോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. എന്ത് ചെയ്യാനാ? ഒരു വഴിയും അതിനില്ല. നല്ല എല്ലാം തിരക്കാക്കല്ല, ഞാൻ പറഞ്ഞു തീരട്ടെ. എന്ത് ചെയ്യാനാണ്? വേറെ യാതൊരു വഴിയുമില്ല. നല്ല രീതിയിൽ ആ യോജിപ്പ് മുന്നോട്ട് പോവുക തന്നെയാണ്. അതിനിയും ശക്തിപ്പെട്ടു പോവുകയാണ് ചെയ്യുക. അതാണ് രാജ്യത്തിൻ്റെ സാഹചര്യം. അത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആക്ഷേപം ചില പത്രങ്ങൾക്കുണ്ടായതാണ്, ഏതെങ്കിലും റേഡിയോയിലുണ്ടായതല്ല. AITUC-യുടെ KK രാജേന്ദ്രൻ തന്നെ നമ്മളടുത്ത് നേരിട്ട് പറഞ്ഞതാണ്, എൻ്റെ അടുത്ത് തന്നെ നേരിട്ട് പറഞ്ഞതാണ് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ സ്വകാര്യമായിട്ട് പറഞ്ഞതെന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ലേബർ കോഡുമായി ബന്ധപ്പെട്ട് സുവ്യക്തമായ നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത്, CPIM-നുള്ളത്, CITU-വിനുള്ളത്, CPI-ക്കുള്ളത്, AITUC-ക്കുള്ളത്, മറ്റ് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾക്കും ഇടതുപക്ഷ പാർട്ടികൾക്കുമുണ്ട്. ഈ PMC-യുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് വ്യക്തമായ ഒരു നിലപാടുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്ന് CM പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പിന്നീട് ഇതൊരു ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുകയും പിന്നീട് അത് വീണ്ടും കേന്ദ്രത്തിന് കത്തയക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്? അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്, അതൊന്നിപ്പം ചർച്ച ചെയ്യേണ്ട കാര്യം. അങ്ങനെ നിലപാടുണ്ടായിരുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. നിലപാടിന്റെ ഭാഗമായിട്ട് നിൽക്കുമല്ലോ. ആ നിലപാട് തന്നെ തുടരുകയല്ലേ, അതിനെന്താ സംശയം? നേരത്തെ എന്തായിരുന്നോ നിലപാട്, ആ നിലപാട് തന്നെയാണ് തുടരുന്നത്. ആ നിലപാടിൽ മാറ്റമൊന്നുമില്ല. PMC ആയിട്ട് മുന്നോട്ട് പോകില്ല എന്നുള്ളത് ഞങ്ങൾ നേരത്തെ എടുത്ത നിലപാടാണ്. PMC അല്ല പ്രശ്നം. PMC എന്ന് പറഞ്ഞാൽ എന്താണ്? PMC എന്തിന്റെ ഭാഗമാണ്? PMC-യുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിച്ചത് ചില സ്കൂളുകൾ നന്നാക്കലാണ്. കേരളത്തിൽ സ്കൂളുകൾ നന്നാക്കിയിട്ടില്ലേ? അത് കേന്ദ്രത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണോ? 2000-ഓളം സ്കൂളുകളല്ലേ നമ്മുടെ നാട്ടിൽ നവീകരിച്ചത്? 5000 കോടി രൂപയല്ലേ അതിനുവേണ്ടി ചെലവഴിച്ചത്? അപ്പോ PMC എന്നൊരു പദ്ധതി ഇവിടെ നടപ്പാക്കിയില്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗമാകെ തകർന്നു പോവില്ല. ഇവിടെ പ്രശ്നം എന്താണ് ഉണ്ടായത്? അതിൻ്റെ ഭാഗമായി സാധാരണഗതിയിൽ നമുക്ക് കിട്ടേണ്ട മറ്റു ഫണ്ടുകളുണ്ട്, കാലാകാലമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന. അത് കിട്ടാത്ത അവസ്ഥ വന്നു, അതിനെ തടയുന്ന സ്ഥിതി വന്നു. അത് PMC-യുമായി ബന്ധപ്പെട്ടതല്ല. അതാണ് ഉണ്ടായ പ്രശ്നം. അപാകത അത് സംസ്ഥാനത്തിന്റെ ഒരു മേൽനോട്ടം കൂടി വരേണ്ടതല്ലേ? അതിന് രാജ്യത്തിന്റെ പൊതുനില മാറണം.
ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെൻറ് പള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. കാരണം പറയട്ടെ അതിനൊരു വഴിയുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവമായി വന്നിട്ടുള്ളത്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, ഇതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം അതിലൂടെ പോകുന്നത് നമ്മുടെ കേരളത്തിലുള്ളവരാണ്. അപ്പൊ അതുകൂടി നമ്മൾ കൂടി പരിഗണിക്കേണ്ടതല്ലേ ഈ കാര്യം? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിനകത്ത്. നമുക്കെന്താ ചെയ്യാൻ കഴിയുക? നിങ്ങൾ വർക്ക് നടത്തണമെന്ന് പറയും. അല്ല, അതിന്റെ സാധാരണഗതിയിൽ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ആ റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഡിസൈൻ തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവരത് കൃത്യമായി നിർവഹിക്കേണ്ടവരാണ്. അതിനകത്ത് നമ്മുടെ നാട്ടിലെ പൊതുമരാമത്ത് വകുപ്പിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. മന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഇപ്പൊ തൃശ്ശൂരിൽ തന്നെ പലയിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്താനായി പലതവണ ഇവിടെ യോഗങ്ങൾ ചേരുകയും വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല യോഗങ്ങൾ നടക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അത് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ആ വികസനവുമായി ബന്ധപ്പെട്ട കാര്യം ത്വരിതപ്പെടുത്തുന്നതിനാവശ്യമായ സഹായം അവരുടെ അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നടത്തുന്നതാണത്. ഇപ്പോൾ 4 ദിവസം മുൻപ് ഇവിടുത്തെ ഈ കേരളത്തിലെ അവരുടെ നാഷണൽ ഹൈവേയുടെ റീജിയണൽ ഓഫീസറുണ്ട്. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചല്ലോ. ആ സംസാരിക്കുന്നത് അവരുടെ മറ്റു നടപടികൾ ഇടപെടലല്ല. ആ സംസാരിക്കുന്നത് എന്തിനാണ്? എപ്പോഴേക്ക് നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാക്കാൻ പറ്റും. നേരത്തെ മിനിസ്റ്ററുമായി സംസാരിച്ചപ്പോൾ ഉണ്ടാക്കിയ ധാരണയുണ്ട്. ആ ധാരണയനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയാനാണ് അദ്ദേഹത്തെ കാണുന്നത്. അതുപോലുള്ള യോഗങ്ങൾ നടക്കും. അതിനപ്പുറം മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ സാങ്കേതികമായ പരിശോധന നടത്തേണ്ടത് അവരാണ്. അവരാ സാങ്കേതികമായ പരിശോധന നടത്തിയിട്ടാണ് വർക്ക് ആരംഭിക്കുക. ആ വർക്ക് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോവുകയാണ് വേണ്ടത്. പക്ഷേ ചിലയിടത്ത് ഇവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നത് എന്താണ് നമ്മുടെ അനുഭവം. ആ അനുഭവം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള നടപടികളും അവർ സ്വീകരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരിടത്ത് ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നാഷണൽ ഹൈവേ ആകെ തകരാറായിപ്പോയി എന്ന് നമ്മൾ കാണേണ്ടതായിട്ടില്ല. അത് നമ്മൾ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ശബരിമല കേസിൽ സിഎം ഇന്നലെയും പറഞ്ഞു, ഡേ 1 തൊട്ട് സിഎം പറയാണ് ഇതിൽ ഇൻവോൾവ് ഉള്ള ആരെയും സംരക്ഷിക്കില്ല, പ്രൊട്ടക്ട് ചെയ്യില്ല. പത്മകുമാർ അറസ്റ്റ് ആയി കഴിഞ്ഞിട്ടും ഇതുവരെ പാർട്ടിയിൽ നിന്ന് ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. അത് എന്താണ് ഒരു ഡിലേ പാർട്ടി സൈഡിൽ നിന്ന്? അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ പാർട്ടി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. രാഹുൽ മാധവന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് അങ്ങയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് രാഹുൽ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് എന്ന പരാതിക്ക് പിന്നാലെ അന്വേഷിക്കാമായിരുന്നു. അത് അന്വേഷിക്കില്ല, അത് അങ്ങയുടെ വീഴ്ചയാണെന്നതാണ് പറയുന്നത്. കോൺഗ്രസിന്റെ എല്ലാ വിവരവും ഞങ്ങളുടെ കയ്യിലില്ല. കോൺഗ്രസിന്റെ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രഹസ്യാന്വേഷണ വിഭാഗം കേരളത്തിനുണ്ട് എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്താ ചെയ്യാൻ പറ്റും? എന്തിനാ കർണാടകയെ കുറ്റപ്പെടുത്താൻ പോകും? നിങ്ങൾ ഇവിടുത്തെ ആൾക്കാർ തന്നെ ജാമ്യം കൊടുക്കുന്നു. കർണാടകയിലുള്ളവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇടപെട്ടതുകൊണ്ടായിരിക്കില്ലേ? ഇനി അതല്ലെങ്കിൽ അതിന്റെ മേലെയുള്ളവരാരെങ്കിലും ഇടപെട്ടതുകൊണ്ടായിരിക്കില്ലേ? ഇതിൽ ഇത്തരത്തിലൊരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ സഹായിക്കുന്നവരും കുറ്റക്കാരാണല്ലോ നമ്മളുടെ നിയമവ്യവസ്ഥ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ രാഹുലിന് ഒളിവിൽ പോകാൻ സഹായിച്ചവരെയും ഈ കേസിൽ ഉൾപ്പെടുത്തേണ്ടതാണോ? അത് വ്യക്തമായാൽ അവരെല്ലാം കേസിൽ പെടുമല്ലോ. ഈ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരും കേസിൽ അല്ല, അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുമോ? അതിന് ആവശ്യമായ നടപടി എടുക്കുമല്ലോ. അന്വേഷണത്തിന്റെ കാര്യം എനിക്കറിയില്ല, ഞാനിപ്പോ അത് അന്വേഷിച്ചിട്ടില്ല. കായിക കേരളം ഏറ്റവും പ്രതീക്ഷയോടെ കണ്ടതാണ് മെസ്സി കേരളത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു വാർത്ത. അത് ഏത് നിലയിലെത്തി, എവിടെയാണ്? എനിക്കറിയില്ല അതിനെപ്പറ്റി. സർക്കാർ തലത്തിൽ തന്നെ നേരിട്ട് എനിക്കിപ്പോ അതിനെപ്പറ്റി അറിയില്ല. അതാണ് സ്പോൺസറായി കണ്ടെത്തുന്നതിൽ വലിയ വീഴ്ച സർക്കാർ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇതുപോലെ പരിപാടിയോട് പങ്കെടുത്തിരുന്നു. അദ്ദേഹം തദ്ദേശ സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് ഏറിയ പങ്കും വേസ്റ്റ് ആണ്. തദ്ദേശ സ്ഥാപനങ്ങൾ, കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ മുഖമുദ്രയാണ്. അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനെ കുറിച്ച് അദ്ദേഹവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ
വളരെ സുദീർഘമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾ മഹാഭൂരിഭാഗവും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ചിലതൊഴികെ ബാക്കി മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളത് കൊണ്ട് ആ സ്ഥാപനങ്ങളെ ആകെ ആക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? എങ്ങനെയാണ് അത്തരമൊരു നിലപാട് ഒരു രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിൻ്റെ അധ്യക്ഷന് സ്വീകരിക്കാൻ കഴിയുന്നത്? വളരെ നിർഭാഗ്യകരമായൊരു വശമാണത്. നമ്മുടെ കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എല്ലാ രീതിയിലും ഫലപ്രദമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അഴിമതി ഏതെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ ആ അഴിമതിക്കെതിരെയുള്ള നടപടികൾ എല്ലാ തരത്തിലും നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. അത് വ്യാപകമായ അഴിമതിയാണ് ഇവിടെയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പോലെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഏജൻസികളുടെ കണക്കുകൂട്ടലനുസരിച്ച് കേരളമാണല്ലോ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം. എങ്ങനെയാണ് അത്തരമൊരു പദവി കേരളത്തിൽ ലഭ്യമാകുന്നത്? അപ്പോൾ അതൊന്നും വസ്തുതാപരമല്ല, ഇത് തങ്ങളുടെ കൂടെയല്ല എന്നുള്ളത് കൊണ്ട് അതിനെ ആക്ഷേപിക്കുന്ന നിലയുടെ ഭാഗമായിട്ടുള്ളൊരു വിലയിരുത്തൽ മാത്രമാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തൽ ഈ തദ്ദേശ സ്വയംഭരണ എത്രത്തോളം ഉണ്ടാവും? ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതിൻ്റെയൊക്കെ ഭാഗമായി തെരഞ്ഞെടുപ്പുകളുടെ വിലയിരുത്തൽ ഗവൺമെൻറ് കൂടി പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ വർത്തമാനങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. അത് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. എല്ലാ ദിവസവും ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി പോവുകയാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആ കാര്യങ്ങൾ ദൈനംദിനം വിലയിരുത്തി പോവുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല. എന്നാൽ അവസാന വിലയിരുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനങ്ങൾ ഫലപ്രദമായി നടത്തും. ആ തെരഞ്ഞെടുപ്പ് ആ വിലയിരുത്തൽ വരെ നമുക്ക് കാത്തിരിക്കാം. അതാണ് നല്ലത്. ഈ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എയിംസിന് ഭൂമി എടുത്തു കൊടുക്കാത്തത് കൊണ്ടാണ് കേരളത്തിലേക്ക് എയിംസ് വരാത്തതെന്നാണ്. എന്നാൽ റവന്യൂ മന്ത്രി പറഞ്ഞു കോഴിക്കോട് ഭൂമി എടുത്തു കൊടുത്തിട്ടുണ്ട്, അതിന്റെ കത്തും അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ദുബായ് വഴിയാണ് കത്ത് പോകുന്നത്, അതുകൊണ്ടാണ് ഇതെത്താത്തതെന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ പറയണം, പക്ഷെ ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. എന്തും വിളിച്ചു പറയാൻ ശേഷിയുണ്ടെന്ന് വെച്ച് എന്തും പറയാൻ തയ്യാറാകരുത്. ഇതൊന്നും രഹസ്യമായ കാര്യമല്ലല്ലോ, രേഖകളുള്ളതല്ലേ. അതിന് കോഴിക്കോട് സ്ഥലമെടുത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അദ്ദേഹം ചിലപ്പോൾ ആ സമയത്ത് കേരളത്തിലുണ്ടാവില്ല, ഇപ്പോൾ ആയിരിക്കും അദ്ദേഹം കേരളത്തിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകുന്നത്. പക്ഷേ ഇത്രയും ഒരു കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായി പറയാൻ പാടുണ്ടോ? ഏത് ഗവൺമെന്റിനെ അറിയിക്കുന്നത് ദുബായ് വഴിയാണ്. ഗവൺമെന്റ് അറിയിക്കുന്നത് നേരിട്ടല്ലേ. ഇപ്പോ അദ്ദേഹത്തിന്റെ കൂടി നേതാവാണല്ലോ കേന്ദ്രത്തിലെ ആരോഗ്യമന്ത്രി. അദ്ദേഹത്തെ കഴിഞ്ഞ തവണ ഞാൻ കണ്ടല്ലോ, ഈ കാര്യം സംസാരിച്ചല്ലോ. അദ്ദേഹം അതിനെതിരെ ഒന്നും പറഞ്ഞില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടി നേതാവാണല്ലോ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ അടുത്ത് പല ഘട്ടങ്ങളിലായി ഈ കോഴിക്കോട് സ്ഥലമെടുത്ത കാര്യമടക്കം പറഞ്ഞല്ലോ. ഈ കാര്യം എന്തുകൊണ്ട് ഞങ്ങൾക്ക് നൽകുന്നില്ല എന്ന കാര്യം ചോദിച്ചല്ലോ. അതിന് അങ്ങനെ തരില്ല എന്നൊരു സമീപനം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. സംസാരത്തിന് ഞാൻ മുൻപ് ചില ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, സംസാരം കഴിഞ്ഞപ്പോൾ തോന്നുക അടുത്ത ഘട്ടത്തിൽ ഇത് കിട്ടിയെന്നാണ്, ഇപ്പം തന്നെ കിട്ടുമെന്നാണ്. പക്ഷേ പിന്നെയും കിട്ടുന്നില്ല. ഇതല്ലേ അനുഭവം. ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഇവിടുത്തെ BJPയുടെ എന്ന് പറയുന്ന നേതാക്കൾ അവർ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനെതിരായിട്ടാണ് നിലകൊള്ളുന്നത്. സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനെതിരായിട്ട് എന്തിനാണ് നിലകൊള്ളുന്നത്? ഇതൊരു LDFന്റെ പ്രശ്നമാണോ? സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നമാണോ? നാടിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമല്ലേ? എന്തിനാണ് അതിനെതിരായിട്ട് നിൽക്കേണ്ട കാര്യം? എന്തിനാണ് അതിനെ പരിഹസിക്കേണ്ട കാര്യം? വസ്തുതകൾ എന്തിനാണ് വളച്ചൊടിക്കേണ്ട കാര്യം? അപ്പോൾ ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് രാജീവ് ചന്ദ്രശേഖരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഡിജിറ്റൽ സർവ്വബന്ധപ്പെട്ട് വലിയ ആശങ്കകളുണ്ടായിരുന്നു ആദ്യഘട്ടത്തില്. CPM-ന് അല്ലെങ്കിൽ സർക്കാരിന് അങ്ങനെ ഏതെങ്കിലും ആശങ്കയുണ്ടോ? വോട്ടുകളൊക്കെ വെട്ടിപ്പോകുന്നൊക്കെ അതല്ല ഇത് ഞാൻ ഇതല്ലേ പറഞ്ഞത്, PCയുടെതാണല്ലോ പറഞ്ഞത്. അതെ അതില് അല്ല ഉണ്ടോന്ന് ചോദിച്ചത് ഇന്നൊരു വാർത്ത ഞാൻ കണ്ടു, അതുകൊണ്ടാണ്.
അവരെന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ ചോദിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മറ്റെന്തെങ്കിലും ചോദ്യം ഉണ്ടോ എന്ന് ചോദിച്ചത്. കാരണം അതില് സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് അല്ല, ഞാൻ പറയല്ലേ നിങ്ങൾ തിരക്കുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ആ വാർത്തയുടെ കർത്താക്കള്, അവരുടെ വക്താക്കളുടെ ഉണ്ടല്ലോ, ആ കർത്താക്കളുടെ വക്താക്കള്. അപ്പോ ആ വക്താക്കള് ഇതിന്റെ ഭാഗമായി ചോദിക്കും, പിന്നെ ഗവർണറുടെ പ്രതിനിധി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു വാർത്ത ഇന്ന് കണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും വൈസ് ചാൻസലർ നിയമന കാര്യത്തിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനും ചാൻസലറും സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന 2 പ്രതിനിധികൾ വീതം അംഗങ്ങളായുമുള്ള സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയാണ് സുപ്രീം കോടതി നിയോഗിച്ചത്. ആ കമ്മിറ്റി പാനൽ തയ്യാറാക്കുകയും അത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി അതിൽ മുൻഗണനാക്രമം നിശ്ചയിക്കും. പേരുകളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കാര്യകാരണ സഹിതം അറിയിക്കും. അക്കാര്യം രേഖാമൂലം 2 ആഴ്ചക്കകം മുഖ്യമന്ത്രി ചാൻസലർക്ക് കൈമാറണം. ഇതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതനുസരിച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച 2 ദിവസത്തിനകം, 2 ആഴ്ചയാണ് പറഞ്ഞു കേട്ടോ, 2 ദിവസത്തിനകം മുഖ്യമന്ത്രിയുടെ അഭിപ്രായ സഹിതം മുൻഗണനാക്രമം നിശ്ചയിച്ച് ചാൻസലർക്ക് കൈമാറിയിട്ടുണ്ട്. അങ്ങനെ ലഭിച്ച റിപ്പോർട്ടിൽ 2 ആഴ്ചക്കകം ചാൻസലർ തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നത്. മുഖ്യമന്ത്രി നൽകുന്ന ഏതെങ്കിലും പേരിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലോ മുഖ്യമന്ത്രി ഉന്നയിച്ച എതിർപ്പുകളോട് വിയോജിപ്പുണ്ടെങ്കിലോ ചാൻസലർ അത് സുപ്രീം കോടതിയെ അറിയിക്കണം. തുടർന്ന് സുപ്രീം കോടതി തീരുമാനമെടുക്കും. ഈ വിധിയുടെ 21ാം ഖണ്ഡിക ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നതാണ്. അത് ഉദ്ധരിക്കുന്ന നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. The cases where the Chief Minister of the state has objected to the inclusion of any name in the panel and such objection is not acceptable to the Chancellor, or where the Chancellor has an objection against empanelment of any particular name for which he has assigned his own reasons, all such files shall be put up before this court. We make it clear that a final decision in this regard shall be taken by this court after giving reasonable opportunity, offering heard to the objection, opportunity of being heard to the objectors. ഇപ്പൊ ചാൻസലർ ചെയ്തെന്താ? ഈ കാര്യങ്ങളെയല്ല, 2 ആഴ്ചക്കകം തീരുമാനമെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. ആ 2 ആഴ്ചക്കുള്ളിൽ തീരുമാനമെടുത്തില്ല. മുഖ്യമന്ത്രി കൈമാറിയ നിർദ്ദേശങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. സമവായം ഉണ്ടാകണമെന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതി താല്പര്യം അവഗണിച്ചത് രൂക്ഷമായ വിമർശനത്തിനിരയായി. റിട്ടയേർഡ് ജഡ്ജിയുടെ തീരുമാനം കടലാസ് കഷ്ണമല്ല എന്ന് സുപ്രീം കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു. അതാരോടാ പറഞ്ഞെന്നറിയാലോ. എന്നാൽ UGC പ്രതിനിധി ഇല്ല എന്നും മറ്റും കാണിച്ച് വ്യവഹാരങ്ങളിലേക്ക് പോകാനാണ് ചാൻസലർ തയ്യാറായത്. സമവായം ഉണ്ടാകാതിരിക്കാനുള്ള വാദങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. പശ്ചിമ ബംഗാൾ കേസിലും സമാനമായ ഉത്തരവായിരുന്നു സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. ചാൻസലർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടത് ഇന്ന വ്യക്തികളെ നിയമിക്കണമെന്നാണ്. ഇത് നേരത്തെ ഉദ്ധരിച്ച ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ പ്രസക്ത ഭാഗത്തിന് വിരുദ്ധമാണ്
ഈ നിലപാട് ബഹുമാനപ്പെട്ട കോടതിയുടെ താല്പര്യപ്രകാരമുള്ള സമവായം ഉണ്ടാക്കുന്നതിന് നിരക്കുന്ന സമീപനമാണോ എന്നതാണ് ഗൗരവമുള്ള ചോദ്യം. ഏതായാലും ഇക്കാര്യത്തിൽ സർക്കാരിന് തുറന്ന നിലപാടാണുള്ളത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള സമവായത്തിൽ എത്തുന്നതിന് തുടർന്നും സർക്കാർ ശ്രമം നടത്തുക തന്നെ ചെയ്യും. മാധ്യമം ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല, നിങ്ങൾ ചിലപ്പോൾ ആ മാധ്യമം മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് വന്നൊരു ധാരണപ്പശകാണ് ഇത് എന്നാണ് തോന്നുന്നത്. അതിനപ്പുറം ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം എന്നോട് ഇരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് പ്രതികരിക്കേണ്ടത് ഈ രീതിയിലെല്ലാം നിങ്ങൾ തന്നെ സമ്മതിക്കുമല്ലോ. പക്ഷെ ആ രീതിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ശരി, ആനിയോട് ഭയങ്കര താല്പര്യം. ഓക്കെ.